കുറേ ആൾക്കാർ റീനെ മെഡിസിറ്റിയിലൊക്കെ വിളിച്ചിട്ട് ജാസി എന്ത് സർജറിയാണ് കഴിഞ്ഞത്, എന്താണ് എനിക്ക് എനിക്ക് ചിരിയാണ് വരുന്നത്. അവരാരെ കാര്യങ്ങൾ നോക്കിയാൽ നടന്ന പോലെ മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് അതറിയാനുള്ള ആൾക്കാരെ തോരാ. ജാസിയുടെ സർജറിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഏകദേശം 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ആദ്യമേ പുള്ളിക്കാരൻ ബോട്ടം സർജറി നടത്തി എന്നുള്ള രീതിയിൽ ഒരു നാടകം ഇറക്കി. പിന്നെ അത് നാട്ടുകാർ കൈയോടെ പൊക്കി. പ്രത്യേകിച്ച് നമ്മുടെ ബൈജു ചേട്ടൻ ഡയറക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ആ ഒരു കള്ളത്തരം പൊളിച്ചടുക്കിയതാണ്. എന്നാൽ വീണ്ടും ഇപ്പം ജാസി ഒരു എക്സ്പ്ലനേഷനായിട്ടൊക്കെ വന്നിരിക്കുകയാണ്. അതായത് കുറേ ആൾക്കാർക്ക് ഭയങ്കര അങ്ങ് വിഷമം, ഞാൻ എന്ത് സർജറിയാണ് ചെയ്തതെന്ന് പറയാത്തതിൽ, ഞാൻ എന്ത് സർജറിയാണ് ചെയ്തതെന്ന് നിങ്ങളെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ജാസി പറയുന്നത്. ഇവിടെ നാട്ടുകാരെ ഒന്നും നിങ്ങൾ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ കുറച്ച് സെൻറ്റ് BGM ഒക്കെ കുത്തി കയറ്റിയിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നത്? എന്തോരോ അഭിനയമാണ് കിടന്ന് കാണിക്കുന്നത്. എന്തായാലും ജാസിയുടെ ബ്രസ്റ്റ് സർജറിയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് കാണാം. കുറേ ആൾക്കാർ റീനെ മെഡിസിറ്റിയിലൊക്കെ വിളിച്ചിട്ട് ജാസി എന്ത് സർജറിയാണ് കഴിഞ്ഞത്, എന്താണ് എനിക്ക് ചിരിയാണ് വരുന്നത്. എന്നെ തീർച്ചയായിട്ടും ചോദിക്കത്തില്ലേ, കാര്യം ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങനെയുള്ള കോപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയ കിടന്ന് കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ആൾക്കാർ വിളിച്ച് ചോദിക്കുകയും ചെയ്യും, ഇതിന് പ്രതികരിക്കുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. അവരാരെ കാര്യങ്ങൾ നോക്കിയാൽ നടന്ന പോലെ മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് അതറിയാനുള്ള ആൾക്കാരെ തോരാ. ഞാൻ എൻ്റെ ലൈഫിൽ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ എന്താ പറയുക, ഒരു ലൈഫ് ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ സ്ത്രീയായി മെല്ലെ ആ സ്ത്രീയിലേക്ക് ഇങ്ങനെ വരുന്നത്, ആ ജേണി ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. എനിക്കതിൽ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളെ കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരിനെ കുറേ ആൾക്കാർ ട്രോളുന്നു ഒക്കെ അസൂയാണ്. സത്യം പറഞ്ഞാൽ അസൂയാന്ന് പറഞ്ഞു. കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാർ എന്തുകൊണ്ട് ട്രോളുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു പ്രഗ്നൻസി നാടകം കാണിച്ചിട്ട് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ചു. ഒരുപാട് സ്ത്രീകൾ ഈ ഒരു വിഷയത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാര്യം ഒരമ്മയാകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കൊതിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ഭയങ്കര രീതിയിൽ, അതായത് സ്ത്രീകളെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ നിങ്ങൾ കുറച്ച് പരിപാടി കാട്ടിക്കൂട്ടിയത്. ആ സമയത്താണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെ ഈ ജാസിയുടെ ഈ ഒരു പ്രവൃത്തിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇറങ്ങി തിരിച്ചത്. അതിനെ പറ്റിയിട്ടൊന്നും പുള്ളിക്ക് പറയണ്ട. പുള്ളിക്ക് അത് സോഷ്യൽ മീഡിയ കിടന്ന് കാണിക്കുന്നതിനെ പറ്റിയിട്ട് കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. എനിക്കറിയില്ല എന്തിനാണ് ഇങ്ങനെ ഇത്രത്തോളം ഒരു അസൂയ. ഇപ്പം ജാസി മാത്രമാണോ ഇങ്ങനെ ഗർഭിണിയാന്നൊക്കെ പറഞ്ഞ ആൾ? ഇതിന് മുമ്പ് എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടിയൊന്നും കാണിച്ച് നടന്നിട്ടില്ല. എന്തോരം റീലുകളാണ് ഷൂട്ട് ചെയ്യുന്നത്. പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ചിട്ട് അവർ വൊമിറ്റ് ചെയ്യുന്നത് പോലെ ആക്ട് ചെയ്യുന്നു. പബ്ലിക്കായിട്ട് വന്നിട്ട് പറയുന്നു ഞാൻ ഗർഭിണിയാണ് എന്ന് പറയുന്നു. അങ്ങനെയൊന്നും വന്ന് പറയുന്നതായിട്ട് ഞാൻ എങ്ങും കേട്ടിട്ടില്ല. എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ജാസി ചെയ്യുന്ന പ്രവർത്തികൾ കാണുമ്പോഴത്തേക്ക് ആരായാലും പ്രതികരിച്ചു കൂടെ. നിങ്ങളാണ് ഇതിനൊക്കെ ഒരു അവസരം ഉണ്ടാക്കുന്നത്. ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ റെനയാൻ തന്നെ എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് സർജറി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അവരൊന്നും വിളിച്ച് ആരും ചോദിച്ചില്ല അവർ ഏത് സർജറി ചെയ്തിരിക്കുന്നത്, അവരെങ്ങനെ ചെയ്തിരിക്കുന്നത്, എപ്പോഴാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാനിത് കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. സത്യം നല്ല കുറേ ട്രോള് എനിക്ക് കിട്ടുന്ന, വെറുതെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്രൊമോഷനല്ലേ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അത് എൻജോയ് ചെയ്യുക. എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഇനി വേറൊരു കാര്യം, ഈ ബ്രസ്റ്റ് സർജറി ചെയ്യുന്നതിന് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, ബ്രസ്റ്റ് വളർന്ന് വലുതായിട്ട് വരണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ സിലിക്കോണിൻ്റെ പരിപാടി ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ജാസി സംബന്ധിച്ച് ഈ പറയുന്ന ജാസിയുടെ ഒരു ചെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പ്ലെയിൻ ആയിട്ടായിരുന്നു കിടക്കുന്നത് അല്ലേ? എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇനിയിപ്പോൾ അത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വേണം കമൻറ്റ് ഇട്ടോ, ഒരു ഇഷ്യൂസും ഇല്ല. പക്ഷേ എനിക്ക് ജാസിയുടെ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് ചെസ്റ്റ് ഭയങ്കര പ്ലെയിൻ ആയിട്ടായിരുന്നു കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഒരു സിലിക്കോൺ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു ചോദ്യം കുറേ പേർക്കുണ്ട്. കുറേ പേര് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് ഒരു പ്രോപ്പർ ക്ലാരിഫിക്കേഷൻ ഇതുവരെയും കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. നടക്കട്ടെ. ഇപ്പം എനിക്ക് വയ്യാണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് അധികം ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാരിൻ്റെ പേര് വീണ്ടും ഇങ്ങനെ കേൾക്കില്ല. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഫ്രീ പ്രൊമോഷൻസ് അല്ലേ, വളരെ നല്ല കാര്യം. അത് ഞാൻ നെഗറ്റീവോ പോസിറ്റീവോ നിങ്ങൾ പറയുന്ന പ്രൊമോഷൻ ചെയ്ത് തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഗുണമേ ഉള്ളൂ, എൻ്റെ അക്കൗണ്ട് റീച്ച് ആവുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഉച്ചയ്ക്ക് ഇങ്ങനെ കഞ്ഞിയാണ് കുടിക്കാറ്, രാത്രി ഞാൻ ഓക്കെ. ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചിട്ട് കിട്ടുന്ന പ്രൊമോഷനിൽ നിങ്ങൾക്ക് എന്ത് നേടാനാണ്? ഓരോ ആൾക്കാർ ഇമോഷൻസ് വെച്ചിട്ടൊക്കെയാണ് നിങ്ങൾ കളിക്കുന്നത്. എന്തായാലും കൊള്ളാം, ന്യായീകരണമൊക്കെ കേട്ടല്ലോ ജാസി പറയുന്നത്. എന്തായാലും തീർന്നിട്ടില്ല, ഇനിയും കുറേ കഥകൾ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ രസകരമായിട്ട് തോന്നിയ കുറച്ച് സംഭവം ഉണ്ടായിരുന്നു.
നമ്മുടെ ജാൻമണി കയറി വന്നിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ കളിയാക്കുന്നത് എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ജാൻമണി പറയുന്നുണ്ട്, ഇനിയിപ്പം കുറേ ആൾക്കാർ വന്നിട്ട് കൊച്ചു പ്രേമം വന്നെന്നൊക്കെ പറഞ്ഞ് കിടന്ന് ആക്കുമെന്നൊക്കെ. എന്തായാലും രസം തന്നെ ഇവരുടെ മൊത്തത്തിലുള്ള കാര്യം. എന്തായാലും ജാസി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഇപ്പോഴും എവിടെയും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഒരു മനുഷ്യർക്കും നിങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ വലിച്ചു കയറണമെന്ന് വലിയ താല്പര്യമില്ല. നിങ്ങളാണ് അതിനൊരു സാഹചര്യം ഉണ്ടാക്കുന്നത്. തരുന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു സ്നേഹം എന്നും ലക്ഷ്മിയുടെ ഉണ്ടാവട്ടെ. എനിക്ക് ആസ് എ സിസ്റ്റർ, എൻ്റെ ഒരു നല്ലൊരു സിസ്റ്ററാണ് അവൾ. എനിക്ക് പെട്ടെന്ന് കിട്ടിയൊരു സൗഹൃദമാണ്. വേദന ഒന്നുമില്ല. അത് അങ്ങനെ നടന്നു ലാസ്റ്റ് അങ്ങനെ ആയിപ്പോട്ടെ. ദിലീപിൻ്റെ പോലെ ആയിപ്പോ. എനിക്ക് ഈ ജസ്റ്റിൽ ഇങ്ങനെ ഒരു സാധനം വന്നിരിക്കണോണ്ടുള്ളൊരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. ഓക്കെ, ചെസ്റ്റിൽ അങ്ങനെ ഒരു സാധനം വന്നിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് മാത്രമാണ് ഉള്ളതെന്ന് ഡീറ്റെയിൽ. അതായത് ബ്രസ്റ്റ് സർജറിയാണ് ചെയ്തതെന്നാണ് ജാസി ഇവിടെ പറയുന്നത്. എന്തായാലും അതിന് ജാസി ഒരു ക്ലിയർ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് സംശയങ്ങൾ പൊങ്ങി വരുന്നുണ്ട്. നിങ്ങൾ ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് സംസാരിക്കുന്നതായിരിക്കും ഇനി ഏറ്റവും ബെറ്റർ. അല്ലാതെ നിങ്ങളെ ഒരിക്കലും പബ്ലിക്കിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നൊന്നും ഒരിക്കലും ഞാൻ പറയത്തില്ല. നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം ഞാൻ മാനിക്കുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് അനാവശ്യമായിട്ടുള്ള ഈ കോപ്രായങ്ങൾ കാണിക്കരുത്. നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കില്ല. ഇല്ല, രേണുസുതിയുടെ കാര്യം പറഞ്ഞ കണക്ക്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു ജാസി എന്ത് സർജറിയാണ് ചെയ്തത്, ജാസി സർജറി കഴിഞ്ഞോ, അതോ ജാസിക്ക് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ആണോ കഴിഞ്ഞത്, എന്താ അല്ലേ. നമ്മൾ സർജറി കഴിഞ്ഞാൽ ഞാൻ എന്ത് സർജറിയാണ് കഴിഞ്ഞെന്നുള്ളത് എനിക്ക് ഇങ്ങനെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എന്നല്ല. എനിക്കും എൻ്റെ പാർട്ട്ണറിനും അല്ലെങ്കിൽ അത് ഓക്കെയാണ്. പിന്നെ ചില കാരണം എനിക്ക് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള തരികട പരിപാടി കാണിക്കില്ലേ. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സർജറി കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഏകദേശം 2 മില്യൺ പുറത്തങ്ങാണ്ട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു നാടകം ഇറക്കുന്നത്? അതിനെപ്പറ്റി എന്താ ജാസി പറയാത്തത്? ജാസി ഇപ്പോഴും നാട്ടുകാരെയാണോ കുറ്റം പറയുന്നത്? നിങ്ങൾ എന്ത് സർജറി ചെയ്യണോ ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങളത് സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ട് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? പൂർണ്ണതയുള്ള സ്ത്രീയായി മാറി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പൂർണ്ണതയുള്ള സ്ത്രീയായി മാറിയെന്ന്. ഒരിക്കലും അത് ആവില്ലെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞത് സ്ത്രീ ആയതിൽ എനിക്ക് സന്തോഷം. അല്ലെങ്കിൽ സ്ത്രീ ആവാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ ആവാൻ വേണ്ടി ചെയ്ത സർജറികൾ ഞാൻ ചെയ്തു എന്നാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു കണ്ണാടി നോക്കുമ്പോൾ ഞാനൊരു സ്ത്രീ ആണ് എന്നൊന്നും ഞാൻ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ എൻ്റെ അക്കൗണ്ടിൽ കിടക്കണം, നിങ്ങൾക്ക് നോക്കാവുന്നതാണോ. എന്താ ആൾക്കാർ അതാണ് അച്ഛനെയും അമ്മനെയും കൊന്നാലും 2 ഭാഗം പറയുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യാണ്ട് പോകും, അത്രയേ ഉള്ളൂ. എങ്കിൽ പിന്നെ പ്രതികരിക്കാനും നിൽക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പൊക്കോ. പിന്നെയും ഇങ്ങനെയുള്ള തരികിടകളായിട്ട് ഒരിക്കലും വരല്ലേ. നിങ്ങൾക്ക് സർജറി ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം കാണും. എന്നാൽ ഇതേ നിങ്ങൾ തന്നെയാണ് കുറേ നാളുകൾക്ക് മുന്നേ പറഞ്ഞത് എനിക്ക് സർജറി ഭയങ്കര പേടിയാണ്, ഒരു ഇഞ്ചക്ഷൻ പോലും പേടിയാണ് എന്ന്. അപ്പോൾ ആ ജാസി തന്നെ ഇങ്ങനെയൊക്കെയുള്ള നാടകങ്ങൾ കാണിക്കുമ്പം ആൾക്കാരെ എങ്ങനെ വിശ്വസിക്കും? അതിനെപ്പറ്റി ജാസിക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? നമുക്ക് നമ്മളെ ഹാപ്പിനെസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ചിലർക്ക് ഞാൻ ഫേമസിന് വേണ്ടിയിട്ടാണ്, എനിക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല. ഞാൻ ടിക്ടോക്കുള്ള കാലം മുതലേ അല്ലെങ്കിൽ ദുബായിൽ ടിക്ടോക്കുള്ള കാലം മുതലേ ഞാൻ അത്യാവശ്യം എന്നെ എല്ലാവരും അറിയുന്നുണ്ട്. പിന്നെ അതിന് മാത്രം പിന്നെ കുറച്ചും കൂടി ഫെയിം ആവണം എന്നുള്ള രീതിയൊന്നും എനിക്കില്ല. പിന്നെ എൻ്റെ വിവാദങ്ങളെല്ലാം ഞാൻ അറിയാണ്ട് വരുന്ന വിവാദങ്ങളാണ്, ഞാൻ പറഞ്ഞു വരുന്ന വിവാദങ്ങളല്ല. അതെനിക്ക് ഇതിൽ പറയണം തോന്നി. അതെ, സോഷ്യൽ മീഡിയയിൽ ഇടുന്ന റീൽസ് ഉൾപ്പെടെ നിങ്ങൾ പോലും അറിയാതെ വരുന്ന വിവാദമല്ലേ, മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ. എന്തായാലും ഇത് കേൾക്കുന്നുണ്ടല്ലോ, ജാസി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ന്യായീകരണം കേൾക്കുന്നുണ്ടല്ലോ, അത്രയും മതി. അല്ല, എല്ലാവർക്കും റീച്ച് അല്ലേ വേണ്ടത്, എല്ലാവരും റീച്ച് വാങ്ങട്ടെ, അത്രയേ ഉള്ളൂ. ബെന്നാണ് കഴിക്കുന്നത് ഫസ്റ്റ്. ബണ്ണ് അപ്പൊ തലേ കെട്ടുന്ന സാധനം തോന്നില്ല, റൗണ്ട്, അതിനെന്താ പറയാ? അത് ബണ്ണ്. അപ്പൊ ഇത് ബെന്ന്. ഓക്കെ, ഇത്രയാണ് ജാസി ആഷിയുടെ വിഷയം. ഈ വിഷയത്തിൽ ഈ ബ്രസ്റ്റ് സർജറിയാണ് ചെയ്തതെങ്കിൽ ജാസി അതൊന്ന് പ്രൂവ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാര്യം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ ഒരു ഹോർമോൺ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് വിളിച്ച് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതിന് മുന്നേ ജാസി ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ച് എല്ലാവരെയും ഈ ഒരു ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും വൃത്തി. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.